നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ എത്ര സൂക്ഷിച്ചതാ, പക്ഷെ ഒടുവിൽ എന്തിയാനാ അരുണേട്ടനെ അശ്വതീച്ചെ കണ്ടു. എല്ലാം ഓരോരോ നിമിത്തങ്ങളാ. അറിയേണ്ട സമയത്ത് എല്ലാ സത്യങ്ങളും അറിയും. ആദ്യേട്ടനും അമ്മയാണ് അരുണേട്ടനെ അശ്വതീച്ചയിൽ നിന്ന് അകറ്റിയെന്ന് കേട്ടപ്പോ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ ഇത് എന്തൊക്കെ പാപങ്ങളാ ചെയ്ത് കൂട്ടുന്ന. ഞാൻ അറിയുന്ന അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ അന്ന് എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും. ശ്യാമ അത് ന്യായീകരിക്കുകയാണോ? എന്ത് സാഹചര്യം? ഒന്നുമില്ല. അന്ന് അങ്ങനെ അമ്മയെ ആദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അശ്വതി ചേച്ചി മരണേട്ടന് സന്തോഷത്തോടെ കഴിഞ്ഞനെ. അശ്വതി ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എന്താ? പിന്നെ ശ്രീകുട്ടി, അവള് അച്ഛൻ ആരാന്നറിയാതെ, അച്ഛന്റെ സ്നേഹവും വാത്സല്യം കിട്ടാതെ എത്രമാത്രം വിഷമിക്കുക. ഇതെല്ലാം അമ്മയുടെ ആദ്യേട്ടന്റെ പിടിവാശി കാരണമല്ലേ? പറയൂ. അതല്ല ഇപ്പൊ എന്റെ ടെൻഷൻ. അമ്മയും ആദ്യേട്ടനുമാണ് ഇത് ചെയ്തതെന്ന് അരുണേട്ടൻ അറിഞ്ഞു. ഇനി അവരെ ഏട്ടനും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, അതാ നമ്മൾ പേടിക്കേണ്ട. പിന്നെ ഐശ്വര്യ എടുത്തിയത് അറിഞ്ഞ അറിയാലോ, നമ്മുടെ കുടുംബം തകരും. അങ്ങനെ ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന എന്റെ പ്രാർത്ഥന. അരുണേട്ടൻ കൂടി ഇനി അമ്മയിൽ നിന്ന് അകന്ന അമ്മയ്ക്ക് അത് സഹിക്കില്ല. അരുണേട്ടൻ അമ്മയോട് അങ്ങനെ വഴക്കിടാൻ നിൽക്കുമോ? ഒന്നും അറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒന്നും പരിഹരിക്കാൻ കഴിയില്ല. അവിടെ ഇനി എന്താ സംഭവിക്കുക? ഓർക്കുമ്പോ തന്നെ പേടി തോന്നാ. പിന്നെ അവിടെ അമൃതേടത്തിയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അതാ ഒരു ആശ്വാസം. നിങ്ങൾ രണ്ടാളും വന്നോ? ഞാൻ അറിഞ്ഞില്ല. മോളെ, ഇന്ന് അരുന്ധതി വിളിച്ചിരുന്നു. എന്നിട്ടോ? നീ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ എന്തോ വലിയ ഉപദ്രവം ചെയ്യൂന്നൊക്കെ പറഞ്ഞു. വലിയ ഉപദ്രവോ? എന്താ പറഞ്ഞേ? മോനെ, ചില ദുസൂചനകളാ. നാവ് പൊള്ളിക്കൂന്നോ എന്തോ ചെയ്യൂന്നോ അങ്ങനെ പലതും പറഞ്ഞു. അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ? എന്താണെന്ന് അറിയണമല്ലോ. ഇപ്പൊ തന്നെ ഞാൻ നേരിട്ട് ചെല്ലാം. എന്താ അവരുടെ പ്രശ്നം ചോദിക്കണല്ലോ. അയ്യോ മോനെ, അതൊന്നും വേണ്ട. ഇപ്പൊ മോനത് ചോദിക്കാനൊന്നും പോണ്ട. വേണ്ട സർ, എങ്ങും പോണ്ട. എന്തു വന്നാലും ഞാൻ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടുന്നില്ല. അവര് പറഞ്ഞോട്ടെ, നമ്മളായിട്ട് പ്രശ്നത്തിനൊന്നും പോണ്ട. അങ്ങനെ എന്നും ക്ഷമിച്ചിട്ടാ അവര് വീണ്ടും വീണ്ടും വന്ന് തലേ കയറുന്ന. സർ, ഇപ്പൊ കൂടി നമുക്ക് ക്ഷമിക്കാം. ഞാനല്ലേ പറയുന്നേ. മോളെ, നീ ഇനി ഒറ്റയ്ക്കെങ്ങും പോവണ്ട. കൂടുതൽ സൂക്ഷിക്കണം കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.